അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇസ്ലാമിൽ മാസങ്ങളിൽ ഏറ്റവും പ്രധാനമായ മാസങ്ങൾ എന്നത് ദുൽഹിജ്ജ മാസം, അതിനു മുമ്പും ശേഷവുമുള്ള 2 മാസങ്ങൾ, മുഹറം മാസം, അതേപോലെ ദുൽഖഅദ മാസം, റജബ് മാസം, അതിലേറെ പുണ്യകരമായ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റമളാൻ. ഇതൊക്കെ പുണ്യമാസമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ റബീഉൽ അവ്വൽ എന്ന ഒരു മാസത്തിന് പ്രത്യേകം ഒരു പുണ്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പലരും റബീഉൽ അവ്വൽ മാസം റമളാനിനേക്കാൾ പുണ്യമാണെന്നും റമളാനിലെ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് എന്നുമൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എന്താണതിൻ്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ റബീഉൽ അവ്വലിൻ്റെ പുണ്യം തിരയാനും പ്രത്യേകിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ആഘോഷിക്കുന്നതിൻ്റെ പുണ്യം തിരയാനും നമ്മൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ ഇമാം സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം കാണുകയാണ്. അദ്ദേഹം പറയുന്നു, അമലുൽ മൗലിദ് ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫ് ഫിൽ ഖുറൂനി സലാസത്തിൽ ഫാദില വ ഇന്നമാ ഹദസ ബഅദു. മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങളിൽ നിന്ന്, ഉത്തമ നൂറ്റാണ്ടുകാരിൽ നിന്ന് ഇത്തരം ഒരു കർമ്മം അവർ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന്. അപ്പോൾ തീർച്ചയായും നമുക്കൊരു സംശയമുണ്ടാകും, എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം? വീണ്ടും ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഇമാം മഖരീസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ അതിനും മുമ്പുള്ളതു മുതൽ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ക്രോഡീകരിച്ച് അതിൽ നിന്നും നമുക്ക് വേണ്ട ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഖുതത്ത് എന്ന് പറയുന്ന കുറച്ച് വലിയൊരു പേരാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്ക്, അദ്ദേഹം പറയുന്നു, വകാന ലിൽ ഖുലഫാഇൽ ഫാത്തിമിയ്യീന ഫീ തൂലിസ് സനതി അഅയാദ് വ മവാസിം വഹിയ മവാസിമു റഅസിസ് സന വ മവാസിമു അവ്വലിൽ ആം വ യൗമ ആശുറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ എണ്ണാണ്. ഫാത്തിമികൾക്ക് വർഷത്തിൽ മുഴുവൻ ആഘോഷങ്ങളായിരുന്നു. അതിൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമുണ്ട്, ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമുണ്ട്, ആഷുറ ദിനമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ രണ്ടുപേരുടെയും മൗലിദുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മൗലിദുണ്ട്, ഭരണം നടത്തുന്ന ഭരണാധികാരിയുടെ മൗലിദുണ്ട്. അങ്ങനെ തുടങ്ങി എണ്ണമറ്റ ആഘോഷങ്ങൾ. പോരാത്തതിന് പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ മറ്റു വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ വരെ അവർ ആഘോഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അനുകരിക്കപ്പെടാവുന്ന ഒരു സമൂഹമാണെങ്കിൽ നമുക്ക് ഫാത്തിമികളെ അനുകരിക്കാമായിരുന്നു. നല്ലൊരു വിഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ടുകാരെ പറ്റി അവർ ഏറ്റവും ഉത്തമരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ വല്ലവരുമാണോ ഈ ഫാത്തിമികൾ എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ഇമാം അബൂ ഷാമ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഫാത്തിമികളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അർ-റൗളത്തൈൻ ഫി അഖ്ബാരി ദൗലത്തൈൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നു, ഈ ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ അവർ ഉബൈദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അൽഹറു ലിന്നാസി അന്നഹും ശുറഫാ ഫാത്തിമിയൂന ഫമലകുൽ ബിലാദ്. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, ഫാത്തിമകളാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുന്നിൽ അവർ വരുന്നു. അങ്ങനെ അവർ രാജാക്കന്മാരായി, നേതാക്കന്മാരായി, വഖഹറുൽ ഇബാദ, സ്വേച്ഛാധിപതികളായി മാറി. വഖദ് ദക്കറ ജമാഅത്തും മിൻ അകാബിരിൽ ഉലമാഇ അന്നഹും ലം യകൂനു ലിദാലിക അഹ്ലൻ വലാ നസബുഹും സ്വഹീഹൻ. അവർ അതിന് അർഹരുമല്ലായിരുന്നു,
അവർ അലി റളിയല്ലാഹു അൻഹുവിലേക്കും പ്രവാചകനിലേക്കും ചേർത്ത അവരുടെ കുടുംബ പാരമ്പര്യവും ശരിയല്ല എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നു. ബലിൽ മഅറൂഫ് അന്നഹും ബനു അബീദ്. ബനു അബീദ് എന്ന് പറയുന്ന ഉബൈദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മക്കളാണ് അവർ. വകാന വാലിദു അബീദ്. ഉബൈദ് അല്ലെങ്കിൽ അബീദ്, ഈ മനുഷ്യൻ്റെ വാപ്പ ആരായിരുന്നു? മിൻ നസ്ലിൽ ഖദ്ദാഹ് അൽ മുൽഹിദ് അൽ മജൂസി. മജൂസിയായിരുന്നു, മതഭ്രഷ്ടനായിരുന്നു. വഖീല കാന വാലിദു ഉബൈദ് ഹാദാ യഹൂദിയൻ മിൻ അഹ്ലി സലമിയ്യ മിൻ ബിലാദി ഷാം വകാന ഹദ്ദാദൻ. ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു, അദ്ദേഹം യഹൂദിയായിരുന്നു വാപ്പ എന്നാണ്. അപ്പോൾ ഒരു യഹൂദി അസിലിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിലേക്ക്. മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയുന്നു, ഉബൈദ് ഹാദാ കാന ഇസ്മുഹു സഈദൻ. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് സഈദ് എന്നായിരുന്നു. ഫലമ്മ ദഖലൽ മഗ്രിബ് തസമ്മ ബി ഉബൈദില്ല. ഉബൈദുള്ള എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. വസഅമ അന്നഹു അലവിയുൻ ഫാത്തിമിയുൻ. ഞാൻ അലവി കുടുംബത്തിൽപ്പെട്ടതാണ്, ഫാത്തിമി വിഭാഗത്തിൽപ്പെട്ടതാണ്. വദ്ദഅ നസബൻ ലൈസ ബിസഹീഹിൻ. ശരിയല്ലാത്ത ഒരു കുടുംബ പാരമ്പര്യം പറഞ്ഞു. ലം യദ്കുർഹു അഹദും മിൻ മുസന്നിഫിൽ അൻസാബിൽ അലവിയ. അലവികളുടെ കുടുംബ പാരമ്പര്യം പറയുന്ന ഒരൊറ്റ ചരിത്ര പണ്ഡിതന്മാരും ഇവരുടെ ഒരു കുടുംബ പാരമ്പര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ബൽ ദക്കറ ജമാഅത്തും മിനൽ ഉലമാഇ ബിന്നസബി ഖിലാഫോ. അതിൻ്റെ നേരെ വിപരീതമാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ മുസ്ലിമിലേക്ക് പിന്നീട് എങ്ങനെയോ കയറി വന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്നതാണ് നോക്കേണ്ടത്. അദ്ദേഹം വീണ്ടും പറയാണ്, വകാന സിന്ദീകൻ ഖബീസൻ. ഇസ്ലാമിലേക്ക് കയറി വന്ന് നല്ല മുസ്ലിമായതുമല്ല, തനിച്ച മതഭ്രഷ്ടനായിരുന്നു, മോശപ്പെട്ടവനായിരുന്നു. അദുവൻ ലിൽ ഇസ്ലാമി. ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിരുന്നു. മുതലാഹിറം ബിത്തശയ്യുഇ. ഞാൻ ഷിയയാണ് എന്ന് പുറമേക്ക് കാണിക്കുന്ന ആളായിരുന്നു. മുതസത്തിറൻ ബിഹി. അത് അദ്ദേഹം ഒരു മറയാക്കി സ്വീകരിച്ചതായിരുന്നു. ഹരീസൻ അല ഇസാലത്തിൽ മില്ലത്തിൽ ഇസ്ലാമിയ. ഇസ്ലാമിൻ്റെ ഈ ഒരു സംസ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾ. ഖതല മിനൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീന ജമാഅത്തൻ കസീറ. അക്കാലഘട്ടത്തിലുള്ള ധാരാളം മുഹദ്ദിസീങ്ങളെയും ഫുഖഹാക്കളെയും ഒക്കെ കൊന്നൊടുക്കിയ ആളാണ്. വഖാന ഖസ്ദുഹു ഇഅദാമുഹും മിനൽ വുജൂദി ലിതബ്ഖാ അൽ ആലം കൽ ബഹായിം. ഒരു അരക്ഷിതാവസ്ഥ ലോകത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത്. ഫയതമക്കനു മിൻ ഇഫ്സാദി അഖായിദിഹിം വളലാലതിഹിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഉബൈദികളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സ്വീകരിക്കാൻ പറ്റിയ ഒരു ടീമാണോ, ഇവരുണ്ടാക്കിയ ഒരു സാധനം നമുക്ക് വേണോ എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്. വല്ലാഹു ആലം.